ബീവി റളിയല്ലാഹു അൻഹ അവർ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ അവർക്ക് ഓരോ പൂതി ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ. നമ്മളെ ഭാര്യമാരൊക്കെ ഗർഭിണികളായാൽ പറയും ആ സമയത്ത് പുളിയച്ചാറ്, പച്ചമാങ്ങ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കൊരാഗ്രഹം, നല്ല ഈത്തപ്പഴം കഴിക്കണം. ഗർഭിണിയായപ്പോൾ മടിച്ച് തൻ്റെ പ്രിയതമൻ അലി റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്താ? ഫാത്തിമ ബീവിക്കറിയാം അലി ആരാണെന്ന്. അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട മുത്തുമോള് ഫാത്തിമ തന്റെ കരളിന്റെ കഷ്ണമേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മോളെ, നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഏറ്റവും നല്ല സൽസ്വഭാവിയായ, സത്യസന്ധനായ, വിശ്വസ്തനായ, നല്ല അറിവുള്ള ധീരനായ ഒരു വ്യക്തിയുടെ കയ്യിലേക്കാണ് നിന്നെ ഞാൻ പിടിച്ചേൽപ്പിക്കുന്നത്, നിന്റെ കളിക്കൂട്ടുകാരനായ അലിയുടെ കയ്യിലേക്ക്. അതൊരു കുടുംബക്കാരൻ കൂടിയാണ്. പക്ഷേ അലി ദരിദ്രനാണ് കേട്ടോ, നീ പ്രയാസപ്പെടുത്തരുത്. അത് ഓർമ്മയുണ്ട്. ഫാത്തിമ ബീവിയുടെ മനസ്സിലാ വാക്കുകൾ മറയാതെ മായാതെ കിടക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് മടിച്ചിട്ടാണെങ്കിലും മടിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഉടനെ തന്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. കയ്യിൽ കാശില്ല, 5 പൈസയില്ല. വഴിയിൽ വെച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കടം വാങ്ങുകയാണ്. ഒരു റിവായത്ത് പ്രകാരം അങ്ങനെ, വേറെ റിവായത്ത് പ്രകാരം തന്റെ അരപ്പട്ട വിറ്റിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. അങ്ങനെ ഈത്തപ്പഴം വാങ്ങിയിട്ട് തന്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹം സഫലമാക്കി കൊടുക്കുവാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടുകൂടി വീട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളിയാലി, അലിയെ വിശക്കുന്നു, അലിയെ വിശക്കുന്നു. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയപ്പോൾ പാവപ്പെട്ട ദരിദ്രനായ ഒരു മനുഷ്യൻ അസഹ്യമായ വിശപ്പ് മൂലം അവൻ യാചിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു തന്റെ ഈത്തപ്പഴം എടുത്തുകൊണ്ട് തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി കടം വാങ്ങിച്ച ആ ഈത്തപ്പഴം എടുത്തുകൊണ്ട് പാവപ്പെട്ട ദരിദ്രനായ ആൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ, ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? തന്റെ പ്രിയപ്പെട്ടവൾ ആവശ്യപ്പെട്ടു, വാങ്ങിച്ചു, വലിയ ആഗ്രഹത്തോടു കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്താണ് അത് പോകുന്നത്. വീട്ടിലേക്ക് വരുന്ന അവസ്ഥ. ഫാത്തിമ ബീവി ഇങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ കാത്തുക്കാണ് ആവേശത്തോടു കൂടി. അലി റളിയല്ലാഹു അൻഹു കയ്യും വീശി വരുന്ന രംഗം കണ്ടപ്പോൾ നിർവികാരയായി ഫാത്തിമ ബീവി ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഹൃദയം ഉണ്ടാതെ ഇങ്ങനെ ഇരുന്നു. പിന്നെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇങ്ങനെയാട്ടോ സംഭവിച്ചത്, ഞാൻ വാങ്ങിച്ചിരുന്നു. ആ സമയത്ത് എന്താ പറഞ്ഞതെന്നറിയോ? അലി, ഞാനാ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തിൽ എനിക്ക് അതിൻ്റെ ഒരു സുഖവും സന്തോഷമൊക്കെ കിട്ടും. ജീവിതകാലം മുഴുവനും സന്തോഷിക്കാൻ പറ്റുന്ന വലിയൊരു സൽക്കർമ്മമാണ്, ഓർത്തോർത്തിരിക്കാൻ പറ്റുന്ന വലിയൊരു സൽക്കർമ്മമാണ് താങ്കളത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, നാളെ റബ്ബിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് വാരിക്കോരി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലം നൽകും. ഈ ഒറ്റ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇതുപോലെയുള്ള ഏറ്റവും നല്ല ഒരു ഭർത്താവിനെ എനിക്ക് സമ്മാനിച്ച അല്ലാഹുവേ ലക്കൽ ഹംദു വലക ശുക്റു യാ അല്ലാഹ് എന്ന് ഫാത്തിമത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നോക്കണം നിങ്ങൾ.